അതിന് തിന്നാൻ വയ്യാതെ കളഞ്ഞാലേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ടുള്ള ഫുഡ് ഇവിടെ ഉണ്ട്. ദൂരോട്ട് പോയപ്പോ ചന്ദ്രനെ മിസ് ചെയ്തില്ലേ? ഭയങ്കരമായിട്ട്. ഒരു മുണ്ട് പോലും മാറാൻ സമയം കിട്ടാതെ കയ്യിൽ ഇവിടുത്തെ പോകുമ്പോൾ ആൾക്കാർ പലതും പറയുന്ന എൻ്റെ മുമ്പേ പറഞ്ഞിട്ടുണ്ട് ആൾക്കാർ. നമ്മള് ചന്ദ്രുവിന്റെ കുറച്ച് സ്വഭാവ വിശേഷങ്ങൾ ഇപ്പൊ മോൻ പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരുന്നു. അവന് മറക്കാൻ പറ്റുന്ന അനുഭവം ഞാൻ പറഞ്ഞല്ലോ. ലാസ്റ്റിലുള്ള ചോറ് കൊടുത്ത് ഇവിടെ നിൽക്കരുത്, പൊക്കോണം കേട്ടോ. അപ്പൊ ചേട്ടാ, മകന്റെ ആശാനാണ് അച്ഛൻ. അപ്പോൾ ഈ അച്ഛനൊരു ആശാൻ ഉണ്ടാവുമല്ലോ അല്ലേ? ഒരു ഗുരുനാഥൻ നമുക്കും ഉണ്ടാവും, നമുക്ക് പാഠങ്ങൾ പഠിപ്പിച്ചു തരാൻ. അപ്പൊ ആശാന്റെ ചില ഓർമ്മകൾ ആശാനെ പറ്റി ഒന്ന് പറയാവോ? ഉണ്ണിയണ്ണായിരുന്നു, പുള്ളി മരിച്ചുപോയി. പുള്ളിയോടാണ് ജഗന്നാഥനിൽ നിന്ന് പണി പഠിച്ചത്. പുള്ളിയെ ഓരോ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തന്നു. അപ്പോൾ എത്രത്തോളം ആശാനും ശിഷ്യനും തമ്മിലുള്ള, ഇപ്പം പുള്ളി ഇവിടെ ഇല്ല, മൺമറഞ്ഞു പോയി, എന്നാലും പുള്ളിയെ പറ്റി പറയാനുള്ള എന്തെങ്കിലും ഒരു ഓർമ്മ പറയാവോ? ജോലി കാര്യങ്ങളും എല്ലാം പക്കയാണ് പുള്ളി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് എത്രത്തോളം ചന്ദ്രുവിലേക്ക് എത്തിക്കാൻ പറ്റി? നല്ല രീതിക്ക് എത്തിക്കാൻ പറ്റി. ഒരേ സമയം ഈ പറയുന്ന ഉണ്ണിച്ചേട്ടന് ഒരേ സമയം 5 ആനകളിൽ ചുമതലയുണ്ടായിരുന്നു. അതിൽ ഒരു ആനയെ ശിഷ്യത്വം കൊടുത്തത് ഈ ചേട്ടനായിരുന്നു. അപ്പോൾ പുള്ളിയാണ് ആനയെ നോക്കിയിരുന്നത്. 5 ആനയിൽ ഒരു ആനയെ അങ്ങ് കൊടുക്കുമായിരുന്നു. അപ്പോൾ അതൊരു നിസ്സാര കാര്യമല്ല. അപ്പോൾ വലിയൊരു ആശാൻ തന്നെയായിരുന്നു, നല്ലൊരു ഗുരു തന്നെയായിരുന്നു ഉണ്ണിച്ചേട്ടൻ. അപ്പോൾ ഒന്നും പറയാനില്ല. വളരെ വിഷമമുണ്ട്. പുള്ളി ഇപ്പോൾ ഇവിടെ നമ്മുടെ ഈ ഭൂമിയിൽ നമ്മളോടില്ല. എന്നാൽ കൂടിയും ആ ഒരു ഗുരുവിൻ്റെ ശിഷ്യനെന്നുള്ള നിലയ്ക്ക് 12 വർഷം ഇപ്പോൾ ചന്ദ്രുവിൻ്റെ കൂടെ നിൽക്കുന്നതും സുനിച്ചേട്ടനാണ്. അപ്പോൾ ഒരിക്കലും ആരും മൺമറഞ്ഞു പോകുന്നില്ല. അവരുടെ കണ്ണികൾ നമ്മുടെ ഭൂമിയിൽ തന്നെ ഉണ്ടാവും. അതിലുള്ള ആൾക്കാരാണ്. ഇപ്പോൾ ഇനിയിപ്പം സുനിച്ചേട്ടനെ കഴിഞ്ഞാൽ അടുത്ത ശിഷ്യത്വം സ്വീകരിച്ചത് മകനാണ്. അപ്പോൾ അങ്ങനെ നമുക്കിങ്ങനെ പരന്നുകൊണ്ടേയിരിക്കും. അത് തീരുന്നില്ല, ഒന്നും തീരുന്നില്ല. ആരും മരിക്കുന്നില്ല, ഒരു ആനകളും മരിക്കുന്നില്ല, ഒരു മനുഷ്യരും മരിക്കുന്നില്ല, ഒരു മൃഗങ്ങളും നമുക്ക് ഭൂമിയിൽ നഷ്ടപ്പെട്ടു പോകുന്നില്ല. എല്ലാവരും നമ്മുടെ കൂടെ തന്നെ ഉണ്ട് കാലങ്ങളോളം. അപ്പോൾ എനിക്ക് നിങ്ങളുടെ ഈ ഒരു കൂട്ടുകെട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം അച്ഛൻ, മകൻ, പിന്നെ ഒരു ചന്ദ്രുവും. കാരണം ചന്ദ്രു എന്ന് ഞാൻ ചന്ദ്രശേഖരൻ എന്ന് കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ ഇവിടെ ചന്ദ്രു എന്നാണ് ഇവനെ വിളിപ്പേരല്ലേ? ചന്ദ്രു എന്നാണ് വിളിക്കുന്നത്. എങ്ങനെയാണ് സ്ഥിരം ആരെങ്കിലും ഒക്കെ കാണാൻ വരാറുണ്ടോ? ചന്ദ്രു ആരെങ്കിലും എന്തെങ്കിലും കൊടുക്കാൻ വരാറുണ്ടോ? അങ്ങനെയുള്ള ആഹാരങ്ങൾ എന്താ ഇഷ്ടം? എന്താണ് അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ എന്താ അവന് കൂടുതൽ? ഇപ്പൊ പനമ്പട്ടയാണ് ആൾക്ക് ഇഷ്ടം. അത് വേണം, അത് വേണം. എറിയൊക്കെ ഉണ്ടോ? എറി ഉണ്ടല്ലേ? ഞാനിവിടെ സൂക്ഷിക്കുകയാണ് കേട്ടോ. ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല ചന്ദ്രു എങ്ങനെയാ മൂഡ് സ്വിംഗ് കാണിക്കുന്നതെന്ന്. അതെ, അത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. കാർത്തി തീറ്റ ചോദിക്കുന്നത്. കാരണം ഇങ്ങനെ ഇട്ട് തന്നിട്ട് ഇട്ട് തരും. എനിക്ക് വയ്യ, എനിക്ക് എറിയുള്ള വയ്യ. എന്തോ ഒരു ഭാഗ്യത്തിന് ഞാൻ എറിയിൽ നിന്ന് രക്ഷപ്പെട്ടതാണ്. എന്തായാലും അപ്പോൾ ചന്ദ്രു എന്ന് പറയുന്ന നമ്മുടെ ഗജകേസരി ശാർക്കര അമ്മയുടെ പൊന്നോമന പുത്രൻ ചന്ദ്രുവിനെ പറ്റി നമുക്ക് കൂടുതൽ അറിയാൻ പറ്റിയല്ലേ? വലിയ തിരക്കേടില്ലാത്തൊരു ആനച്ചന്തമാണ് അവൻ. കേമനാണ്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം അവൻ്റെ ആ ഒരു ഹൈറ്റും ആ ഒരു പ്രൗഢിയും ആ ഒരു എന്താ പറയണ്ടേ, ഒരു കുറിയൊക്കെ ഇടും. ഭയങ്കര സുന്ദരനായിട്ടോ. ഇവിടെ ഭയങ്കര നല്ല പിള്ള കേട്ടോ. ചുമ്മാ കരച്ചിലാണ്, വെറുതെ കരയാണ്. ആൾക്ക് ഒരു പ്രശ്നമില്ല. എന്തെങ്കിലും ചോദിച്ചാൽ അപ്പം കരയാണ്. കരച്ചിൽ മാത്രമേ ഉള്ളൂ. ആള് വെറുതെയാണ് കരയുന്നത്. നാട്ടുകാർ വിചാരിക്കും എനിക്ക് ഈ വീഡിയോ എടുത്ത് പറയാനുള്ളത്, ഈ നാട്ടിലുള്ള പരിസരത്തുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നെങ്കിൽ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ഇവൻ ഈ ചുമ്മാ കരയുന്നതാണ്. ഇനി വെറുതെ നിങ്ങൾ പാപ്പാമാരും തെറ്റിദ്ധരിക്കരുത്, എന്നെ ഇടിക്കുന്നു എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിക്കരുത്. അവന് വെറുതെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കണം. ഞാൻ വന്നപ്പോൾ ഒരു 25 വിളിയെങ്കിലും വിളിച്ചിട്ടുണ്ടാവും. എന്തിനാണെന്ന് വെച്ചാൽ അവന് മാത്രമേ അറിയുള്ളൂ. അല്ലാതെ ആരും ഉപദ്രവിക്കുന്നതല്ല. അവൻ്റെ ഒരു സ്വഭാവമാണ്. ആനകൾക്ക് ആനകളുടേതായ കുറേ സ്വഭാവ രീതികളുണ്ട്. അത് മാത്രമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ വേറൊന്നുമില്ല. ചന്ദ്രു നല്ല കുട്ടിയാണ്. ചേട്ടനെ ആയിരുന്നാലും മകനെ ആയിരുന്നാലും നല്ലപോലെ അനുസരിക്കുന്ന ഒരു ആനച്ചന്തമാണ്. നല്ലൊരു ആനച്ചന്തമാണ് കേട്ടോ. ആ ഒരു പ്രായത്തിലും അവൻ്റെ ഒരു ഭംഗിയും ആ ഒരു അഴകും എല്ലാം ഇപ്പോഴും ഉണ്ട്. എന്താ പറയണ്ടേ, ഇപ്പോൾ ഇതാ ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കാണാം. നല്ല ഉറങ്ങി ഇങ്ങനെ നല്ല ആസ്വദിച്ച് ഫുഡൊക്കെ തിന്നുവാണ്. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ വോയിസ് ചെയ്യുന്ന വേറെ ആരുമല്ല, എൻ്റെ പൊന്നു സഹോദരൻ അമ്പിച്ചേട്ടനാണ്. അമ്പിച്ചേട്ടനും ചന്ദ്രുവുമായിട്ട് ഒരുപാട് വർഷത്തെ ബന്ധമുണ്ട്. അമ്പിച്ചേട്ടൻ ചന്ദ്രു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും മാത്രം ഞാനിവിടെ
പണ്ടേ വരുമ്പോഴത്തേക്ക് ചന്ദ്രുവായിട്ട് അമ്പിച്ചേട്ടൻ ഇവിടെ നിൽക്കുന്നത് നമുക്ക് കാണാം. ഇപ്പോൾ ചന്ദ്രുവിനെ കുളിപ്പിക്കാനായിരുന്നാലും അല്ലാതെ കുറി തൊടാനായിരുന്നാലും അമ്പിച്ചേട്ടൻ കൂടെ ഉണ്ടായിരുന്നു. ക്യാമറയുടെ ഫ്രണ്ടിൽ വരെ ഇച്ചിരി പാടാണ്, ഒന്ന് വരുമോ പ്ലീസ്? എന്തിനാണെന്നൊന്നുമില്ല, ഒന്ന് വാ. നമുക്കപ്പം ചേട്ടനോട് തന്നെ ചോദിക്കാം. അപ്പം നിങ്ങൾ കാത്തിരുന്ന ഞാൻ പറഞ്ഞ ആ വ്യക്തി എൻ്റെ പൊന്നു സഹോദരൻ, ഇതാണ് അമ്പി. അപ്പോൾ പറയൂ, ചന്ദ്രനെ പറ്റി എന്താണ് പറയാനുള്ളത്? ചന്ദ്രുവിനെ പറ്റി പറയാൻ പ്രത്യേകിച്ചൊന്നുമില്ല. അവൻ ഞങ്ങളുടെ ഒരു മുത്താണ്. അവനെ പണ്ടത്തെ ആ ഒരു അസുഖമായിട്ട് നിന്നിരുന്ന സമയത്ത് നിന്ന് ഇത്രയൊന്ന് മാറ്റിയെടുക്കാൻ അമ്മച്ചിയും ഈ സുനിയും മോനും പിന്നെ അതിൻ്റെ ഒന്നാനക്കാരന്മാരായിട്ട് മാറി വന്ന ആൾക്കാരും രാജേഷ് ചേട്ടനാണ്. രാജേഷ് ചേട്ടൻ കുറച്ച് തിരക്കിലാണ്. പുള്ളിക്കാരനൊക്കെ ഉള്ള ഒരു സഹായമാണ് ഇപ്പൊ ഈ ഒരു നിലയിൽ ഇപ്പൊ നിൽക്കുന്നത്. അന്നത്തെ അസുഖത്തിന് ഇപ്പോൾ ഒരുപാട് മാറ്റമുണ്ടോ? നല്ല രീതിയിൽ വ്യത്യാസമുണ്ട്. ആനയ്ക്ക് ഇനിയിപ്പോ ആകെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു പ്രായത്തിൻ്റെതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് ആനയ്ക്കുണ്ട്. പൊതുവേ ദേവസ്വം ബോർഡിലെ ആനകൾ ഇങ്ങനെ അസുഖബാധിതരായി പെട്ടെന്ന് എന്തെങ്കിലും ചെറിയൊരു അസുഖബാധിതരായി വീഴുമെന്ന് കേൾക്കുമ്പോൾ പുറമേ ഉള്ളൊരു സംസാരമാണ് ആന പോയി, അല്ലെങ്കിൽ ആന ഇനി എണീക്കില്ല. എന്താണ് ചന്ദ്രനെ പറ്റി പറയാനുള്ളത്? ഇവിടെ ഉള്ളവർക്കും നാട്ടുകാർക്കും അറിയാം ഈ ആനയെ എങ്ങനെയാണ് നോക്കുന്നത്. അതുകൊണ്ട് ഇനി വെളിയിൽ നിന്ന് ഇനിയിപ്പോൾ ആരെന്തെന്ന് പറഞ്ഞാലും നാട്ടുകാരും വിശ്വസിക്കുകയില്ല. ഡെയിലി കണ്ടുകൊണ്ടിരിക്കുകയാണ് ആനയെ. അതുകൊണ്ട് ആനയുടെ ഒരു ചെറിയൊരു പ്രശ്നം എന്ത് തന്നെ സംഭവിച്ചാലും ശാരീരികമായിട്ടുള്ള ഒരു ഉടവാണെങ്കിൽ പോലും നാട്ടുകാർക്കും പെട്ടെന്ന് മനസ്സിലാവും, ആനക്കാർക്കും അത് മനസ്സിലാവുന്നുണ്ട്. ഇവരതിനു വേണ്ടി മാക്സിമം ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. അതിന് തിന്നാൻ വയ്യാതെ കളഞ്ഞാലേ ഉള്ളൂ. അതിനു വേണ്ടിയിട്ടുള്ള ഫുഡ് ഇവിടെ ഉണ്ട്. ഈ കിടക്കുന്ന ഫുഡുകൾ ആൾക്കാർ വിചാരിക്കുക ഇത് കുന്നുകൂട്ടി ഇട്ടേക്കുമായിരിക്കും, പക്ഷേ ഡെയിലി കൊണ്ടുപോയി തീറ്റ വെട്ടാൻ. പൊതുവേ അങ്ങനെ ഒരു ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇങ്ങനെ നമ്മുടെ ദേവസ്വം ബോർഡിന്റെ ഗവൺമെന്റ് ആനകൾക്ക് പൊതുവേ ഉണ്ട്. പക്ഷെ അങ്ങനെയല്ല, ഇവിടെ ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ അങ്ങനെ വിചാരിക്കരുത്, പൊതുവേ ചുമ്മാ സംസാരിച്ച് നിങ്ങൾ വഷളാക്കരുത്. കാരണം ശരിക്കും ആഹാരമൊക്കെ കൊടുക്കുന്നുണ്ട്, അവൻ കഴിക്കുന്നുണ്ട്. നിങ്ങൾക്ക് തന്നെ അറിയാം, പണ്ടത്തെ ചന്ദ്രുവിനെ നിങ്ങൾ നോക്കിയാൽ മതി. ആ ചന്ദ്രുവിൽ നിന്ന് ഈ ചന്ദ്രുവിനെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അവനിപ്പോഴും അഴകിലും സൗന്ദര്യത്തിലും ഒന്നും കുറഞ്ഞിട്ടില്ല. എത്ര പ്രായമായാലും ഒരു കൊച്ചാനയായിട്ട് തോന്നുന്ന ഒരു ശരീരപ്രകൃതമാണ് ആളിനുള്ളത്. ആ ഒരു മുഖത്തിലെ ആ സൗന്ദര്യം, ആ ഒരു അഴകും ഉള്ളത്. അപ്പോ ആര് കണ്ടാലും ഇവന്റെ പ്രായം പെട്ടെന്ന് അങ്ങോട്ട് ആനക്കാരല്ലാതെ വെളിയിലൊരാള് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് പിടികിട്ടത്തില്ല. പിന്നെ എനിക്ക് ഏറ്റവും പ്രത്യേകതയായിട്ട് തോന്നിയെന്ന് പറഞ്ഞാൽ ആ ഒരു മദഗിരിയുടെ ആ ഒരു ഭാഗത്തിൽ ഉണ്ടായിരിക്കുന്ന ആ ഒരു കളറും ആ ഒരു ചുളിവും ഒക്കെ ഭയങ്കര ഭംഗിയാണ്. വേറെ ആനകളിൽ പെട്ടെന്ന് കാണാൻ സാധ്യതമല്ലാത്ത ഒരു അഴക് അവനുണ്ട്. പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു അഴകാണ് അവനുള്ളത് കേട്ടോ. ചന്ദ്രുവാണ്, ഒറ്റ നോട്ടത്തിൽ ചന്ദ്രുവാണ് എന്ന് പറയാൻ പറ്റുന്ന എല്ലാ ആനകൾക്കും ഇല്ലാത്ത എന്തോ ഒരു പ്രത്യേകത അവനും ഉണ്ട്. പിന്നെ ആ ഒരു ഹൈറ്റ്, അവനെ ആ ഒരു ഹൈറ്റ് ഒരേ ഒരു ലക്ഷണം പെട്ടെന്നുള്ള ഒരു കുറവെന്ന് പറഞ്ഞാൽ കൂട്ടുകൊമ്പാണ്. അത് ആദ്യമേ നിന്ന ആനക്കാരുടെ ഒന്ന് പിടിച്ചു വിട്ടിരുന്നെങ്കിലും, അല്ലെങ്കിൽ ക്ലാമ്പിഡ് പണ്ടത്തെ ഒരു ശീലങ്ങളുണ്ടല്ലോ, അങ്ങനെ എങ്ങാനും ആയിരുന്നെങ്കിലും ഈ കൂട്ടുകൊമ്പ് വരാതെ പെട്ടെന്ന് 1 വർഷം 2 വർഷം മുറിച്ചില്ല എന്നുണ്ടെങ്കിൽ ആനയ്ക്ക് കൈയെടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് ആ സമയത്ത് ആന കുറച്ചൊന്ന് ക്ഷീണിക്കും. കാരണം ദേവസ്വം ബോർഡാണ് നമുക്ക് വെളിയിൽ ഒരു ആനയ്ക്ക് പേപ്പർ കൊടുത്ത് ഫോറസ്റ്റുകാരെ പോയി കണ്ട് വിളിച്ചോണ്ട് വരാൻ നമുക്ക് എളുപ്പമാണ്. ബോർഡിൽ അങ്ങനെയല്ല. ഇപ്പൊ നമ്മൾ ഈ വർഷം പേപ്പർ ഇട്ടാലേ അടുത്ത വർഷം കഴിഞ്ഞ് അടുത്ത വർഷമേ വരും. 2 വർഷം. നമ്മളപ്പോ ഈ കൊമ്പ് മുറിക്കുന്ന സമയത്ത് തന്നെ ചിലപ്പോൾ പേപ്പർ ഇട്ടാൽ അടുത്ത വളരുന്ന സമയത്ത് വരാൻ സമയമാവും. ആ ഒരു അപാകത മാത്രമേ ഉള്ളൂ ദേവസ്വം ബോർഡിന്ന്. പിന്നെ ഇല്ല, ഞാൻ ചോദിക്കട്ടെ, ഒരു അനിയത്തി എന്നുള്ള ലെവലില് ഇവിടെ നിന്ന് ദൂരോട്ട് പോയപ്പോ ചന്ദ്രനെ മിസ് ചെയ്തില്ലേ? ഭയങ്കരമായിട്ട്. എനിക്ക് തോന്നുന്നു എനിക്കൊരു അടി വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഞാൻ ഇനി ഇന്റർവ്യൂസ് ഒക്കെ എടുക്കുമ്പോൾ അമ്പയെ കൊണ്ടോ എന്ന് പറഞ്ഞിട്ട് മിക്കവാറും എന്നെ എല്ലാരും കൂടെ കൊല്ലും. അങ്ങനെയൊന്നും വരാൻ ചാൻസ് ഇല്ല. എടാ, അമ്പയ്ക്കാണ് ഫാൻസ് കൂടുതൽ കേട്ടോ, ഒന്നും പറയാനില്ല. എന്റെ പൊന്നൂമ്മനെ ഏട്ടൻ ഇത്രയും വലിയ ഫാൻസ് ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. ഇവര് ആ ഒരു മിസ്സിങ് എനിക്ക് ബാധിക്കാത്തത് ഇവർ രണ്ടുപേരും എന്ത് കാര്യം ഉണ്ടെങ്കിലും അറിയിക്കുകയും, ഇപ്പം മതപ്പാടിന്റെ സമയമാണെങ്കിൽ പോലും കെട്ടുമ്പോഴും അഴിക്കുമ്പോഴും എന്താണ് എങ്ങനെയാണ് എല്ലാം ചോദിച്ചൊക്കെയാണ് അഴിക്കാറുള്ളത്. അത് അവരുടെ ഒരു വിശ്വാസം, നമ്മളടുത്തുള്ള ഒരു വിശ്വാസം. പിന്നെ ഇത് നമ്മുടെ കണ്ണിലെ ഉണ്ണിയാണ്, ചന്ദ്രു കണ്ണിലെ ഉണ്ണിയും കൃഷ്ണമണിയൊക്കെയാണ്. എന്തായാലും അമിച്ചേട്ടാ വളരെ സന്തോഷം. എനിക്ക് ഈ ഒരു ഇത് എടുക്കാൻ പറ്റിയ അപ്പോൾ ചന്ദ്രുവായിട്ടുള്ള ഒരു ഓർമ്മ പറയാമോ?
ഓർമ്മ ഒരിടയ്ക്ക് ഞാനിവിടെ പുറത്ത് പോകുന്നതിന് മുമ്പ് ഇവിടെ അമ്പലത്തിൽ തന്നെ ആയിരുന്നു, സഹായിയായിട്ട് നിൽക്കുമായിരുന്നു. ആ സമയത്ത് എപ്പോഴും ഡെയിലി ആനക്കാരില്ലേ പോലും നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ഉള്ള അറിവും വിളിക്കുന്ന ഒരു ശൈലിയുണ്ട്. ഇതിപ്പോ എല്ലാവർക്കും ഒരേ കണക്കല്ല വിളിക്കുന്നത്. ഇപ്പൊ ആനക്കാർക്ക് വിളി കേൾക്കുന്ന ഒരു ശൈലിയുണ്ട്. ആ ഒരു ശൈലിയോട് സാമ്യമായിട്ട് തന്നെയാണ് നമ്മൾ വിളിച്ചാലും വിളി കേട്ടോണ്ടിരുന്നത്. എന്ന് വെച്ചാൽ അതിനെ ഉപദ്രവിക്കുന്നില്ല, പക്ഷെ എപ്പോൾ കണ്ടാലും എന്തെങ്കിലും കഴിക്കാൻ കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ ഉപദ്രവകാരിയല്ല എന്നുള്ളത് ആനയ്ക്ക് മനസ്സിലായായിരുന്നു. പിന്നെ ഒരു സമയത്ത് ആരും തിരിഞ്ഞു നോക്കാനില്ലാതിരുന്ന ഒരു ആനയായിരുന്നു ഇത്. ആ സമയത്ത് പിന്നെ കുറേ പിള്ളേരൊക്കെ ആയി കൂടി ആനയെ നല്ല രീതിയിൽ, പിന്നെ കമ്മിറ്റിക്കാർ മാറി വന്നു, അതിൽ നല്ല വ്യത്യാസങ്ങൾ വന്നു. പിന്നെ ഈ അമ്പലത്തിൽ നിൽക്കുന്നിടത്തോളം കാലം ഞാനൊരു 10-12 കൊല്ലത്തോളമായി അമ്മയായിട്ടുള്ളൊരു ബന്ധമുണ്ട്. അപ്പോൾ ആ സമയത്ത് തൊട്ട് ആനയായിട്ടും ബന്ധമുണ്ട്. അവനും എന്ന് വെച്ചാൽ ഞാൻ അധികം ചെന്ന് ഫ്രീഡം കാണിക്കാറില്ല. അവരുണ്ടെങ്കിൽ മാത്രം അടുത്തോട്ട് ചെല്ലുക. അതെപ്പോഴും ഉള്ള കാര്യമാണ്. ചട്ടക്കാരുണ്ടെങ്കിൽ മാത്രം അവരുടെ ഇൻസ്ട്രക്ഷൻ പാലിച്ച് ആനയുടെ അടുത്ത് പോവുക. അത് എല്ലാവരോടും ഒരു കാര്യമേ പറയാനുള്ളൂ. ഒരു ആനയെ സംബന്ധിച്ച് അത് പാവമാണോ ഭയങ്കരനാണോ എന്ന് തീരുമാനിക്കുന്നത് നമ്മൾ നാട്ടുകാരല്ല. അതിനകത്ത് ആനയ്ക്ക് ആനയുടേതായിട്ടുള്ള, ഇപ്പം എനിക്ക് ഏതെങ്കിലും ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് ആരെങ്കിലും വന്ന് എന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് ചിലപ്പം പിടിപോകും. അതുപോലെ തന്നെയാണ് ആനകൾ ചിലപ്പം ഏതെങ്കിലും മൈൻഡ് മാറിയ, അല്ലെങ്കിൽ ആരെങ്കിലും വന്ന്, ഇപ്പോൾ പട്ടികളാണെങ്കിൽ പോലും വന്നൊന്ന് ഓടി ചുറ്റി കറങ്ങിയിട്ട് പോയി കഴിയുമ്പം ആനക്കാർ വരെയാണെങ്കിൽ ആനക്കാർക്ക് അത് മനസ്സിലാവും. പക്ഷേ അത് വെളിയിൽ നിന്നുള്ള ഒരാൾ വരുമ്പോൾ അവർക്ക് മനസ്സിലായെന്ന് വരില്ല. ആ സമയത്ത് ചെന്ന് കയറി കൊടുത്താൽ അതിന് കിട്ടുന്ന സമ്മാനം ചിലപ്പോൾ ആനക്കാർക്ക് അതൊരു പേരുവശമാണ്. അതുകൊണ്ട് ഇപ്പോൾ ആരാണെങ്കിലും ദയവ് ചെയ്ത് ആനയുടെ അടുത്തോട്ട് ചെന്ന് കയറുന്ന സമയത്ത് ആനക്കാരോടൊന്ന് ചോദിക്കുക. അവർ കാരണം രാവും പകലും ഇല്ല, ഉറക്കവും ഇല്ല, തീറ്റയും ഇല്ല, ഇതിൻ്റെ കൂടെ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കാതെ ആന സ്നേഹം വേണം വേണ്ടെന്ന് പറയുന്നില്ല, അത് അതിര് വിട്ടു പോകരുതെന്ന് മാത്രമേ പറയാനുള്ളൂ. അത് എപ്പോഴും പാലിക്കേണ്ട ഒരു കാര്യമാണ്. ചട്ടക്കാരുടെ നിർദ്ദേശപ്രകാരം മാത്രം, അവരുടെ നിർദ്ദേശവും അവരുടെ പ്രകാരം മാത്രമേ ആനയുടെ അടുത്ത് പോകാവൂ. ഞാൻ എപ്പോഴും പറയുന്നതാണ്. കാരണം അവർ എടുക്കുന്ന അത്രയും എഫേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ആനയ്ക്ക് കൂടെ നിൽക്കുമ്പോഴും ഫുഡ് കൊടുക്കുമ്പോഴും എടുക്കുന്ന എഫേർട്ട് ഹൈ ആണ്. അപ്പോൾ ചട്ടക്കാർ മാറി നിൽക്കുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും വന്ന് കാണിച്ചിട്ട് പോകും, അവർക്കായിരിക്കും അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും കാണുന്നത് ഈ പരിപാടിക്ക് എഴുന്നള്ളിച്ച് നിൽക്കുന്ന ആനകളെ മാത്രമേ കാണുന്നുള്ളൂ. അപ്പോൾ അതിനെ ആ എഴുന്നള്ളത്ത് സദസ്സ് വരെ അവർ കൊണ്ടുവരുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ആരും മനസ്സിലാക്കുന്നില്ല. അത് ചിലപ്പം കുളിപ്പിച്ചുകൊണ്ട് ഇരുന്ന് ആ ഒരു സമയത്തായിരിക്കും പെട്ടെന്ന് വിളിക്കുന്നത്. അവർ മുണ്ട് പോലും മാറാൻ സമയം കിട്ടാതെ കയ്യിൽ കൊടുത്ത് പോകുമ്പോൾ ആൾക്കാർ പലതും പറയുന്നത് എൻ്റെ മുമ്പേ പറഞ്ഞിട്ടുണ്ട് ആൾക്കാർ. അപ്പോൾ അതൊക്കെ എന്ന് പറയുമ്പോൾ എല്ലാവരും ഈ ആനക്കാരെന്ന് കേൾക്കുമ്പോൾ ഒരു അറപ്പും പുച്ഛഭാവത്തോടു കൂടിയാണ് എല്ലാവരും നിൽക്കുന്നത്. ആ ഒരു ഇത് എല്ലാവരും ഒന്ന് മാറ്റിയെടുക്കുക. അവരും മനുഷ്യരാണ്. അവര് ആനയോടുള്ള സ്നേഹം കൊണ്ടാണ് ഈ ഒരു ഫീൽഡ്. ഇപ്പം എൻ്റെ അടുത്ത് നിൽക്കുന്ന പയ്യനാണെങ്കിൽ പോലും ഇവനെ കൊച്ചുനാൾ തൊട്ടേ, ഇവൻ്റെ പൊടി തൊട്ടേ ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. അവൻ ഈ ഒരു ഇതിലോട്ട് വരുന്നത് ഇവിടെ നിന്ന് കിട്ടുന്ന ഡെയിലി വേജസിലായിട്ടാണ് ഇവൻ നിൽക്കുന്നത്. അത് വെച്ച് ഒരു കുടുംബം എങ്ങനെ ഓടുക? പക്ഷേ ആ ഒരു ഇത് പോലും നോക്കാതെ ആനയ്ക്ക് വേണ്ടി എന്തിനും ഏത് സമയത്തും നിൽക്കുന്ന ആനക്കാരെ, അതിപ്പോൾ ഈ ഒരു ആനയുടെ മാത്രമല്ല, ഇവൻ്റെ മാത്രമല്ല, നാട്ടുകാർക്ക് ആനക്കാരിൽ നിന്നുള്ള ഒരു ചിന്ത ഒന്ന് മാറണം. അവരും മനുഷ്യരാണ്. ആ ഒരു ചിന്തയിലോട്ട് എല്ലാവരും ഒന്ന് വന്നാൽ നന്നായിരിക്കും. അപ്പോൾ നല്ലൊരു നിർദ്ദേശമാണ് കിട്ടിയത്. നാട്ടുകാർക്ക് പൊതുവെ ആനയിലും ആനക്കാരിലുമുള്ള ആ ഒരു ചിന്താഗതി, ആ ഒരു കാഴ്ചപ്പാട് മാറണം. നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കണം. കുറച്ചെങ്കിലും എന്തെങ്കിലും നിങ്ങളൊന്നും ചെയ്യേണ്ട, ഒരു നേരത്തൊരു ഭക്ഷണം, നിങ്ങൾ ആ സ്നേഹം അവരോടും അല്ലെങ്കിൽ ആനയോടും കാണിച്ചാൽ മതി. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഭക്ഷണം എന്ന് പറയുന്നത് അതിലേതൊരു മനുഷ്യനെയും മൃഗത്തെയും നമ്മളിലേക്ക് അടുപ്പിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഒരു 2 പഴം കൊണ്ട് കൊടുത്താലും മതി, ആൾക്ക് സന്തോഷമാണ്. അതുപോലെ ഇവരോട് കാണിക്കുന്ന പാപ്പാമാരോടും അല്ലെങ്കിൽ അവരോട് കാണിക്കുന്ന ഒരു കാഴ്ചപ്പാടും നിങ്ങൾ മാറ്റിയെടുക്കണം. എന്തായാലും നല്ലൊരു സെഗ്മെൻ്റ് ആയിരുന്നു, നല്ലൊരു എപ്പിസോഡായിരുന്നു എൻ്റെ കരികുലത്തിൽ. കാരണം ഒരുപാട് എന്താ പറയണ്ടേ, നമുക്ക് പഠിക്കേണ്ട പാഠങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഒരുപാട് സന്തോഷം. കരികുലത്തിൻ്റെ ഈ ഒരു എപ്പിസോഡ് ഇത്രയും ഗ്രാൻഡാക്കിയത് ശാർക്കര അമ്മയുടെ നടയിൽ ഇവിടെ വന്ന് നിന്ന് ചന്ദ്രുവിനെ നമുക്കറിയാൻ പറ്റി, ചന്ദ്രുവിൻ്റെ കൂടപ്പിറപ്പുകളെ നമുക്കറിയാൻ പറ്റി. പിന്നെ ഇതാ എൻ്റെ അമ്പിച്ചേട്ടൻ പറഞ്ഞ കുറേ വാക്കുകൾ, അത് നിങ്ങൾ ഉൾക്കൊള്ളണം. എന്തായാലും ഒരുപാട് സന്തോഷം. ഇനിയും നമുക്ക് കാണാം. ഇനിയും എന്തെങ്കിലും ചന്ദ്രനെ പറ്റി അറിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഇനിയും ഒരു വീഡിയോ ആയിട്ട്, ചന്ദ്രൻ്റെ ഒരു വലിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. കാരണം എനിക്കിപ്പം ചന്ദ്രനെ പറ്റി കൂടുതൽ അറിയാൻ തോന്നുന്നുണ്ട്. കാരണം പല കഥകളും നമുക്കിപ്പോഴും അറിയില്ല. അപ്പോൾ ആ കഥകൾ എനിക്ക് കുറച്ചുകൂടെ അറിയണമെന്ന് തോന്നി. കാരണം തെച്ചിക്കോട് രാമചന്ദ്രനുമായിട്ട് അത്രയും ബന്ധം ഈ ഒരു ആനയ്ക്കുണ്ട്. അപ്പോൾ അതെന്താണെന്നുള്ള ഒരു ക്യൂരിയോസിറ്റി ഇപ്പോൾ എനിക്കായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ചന്ദ്രുവിൻ്റെ മറ്റൊരു എപ്പിസോഡ്, ഒരു ബ്രീഫായിട്ടുള്ള ഒരു സെക്കൻഡ് എപ്പിസോഡുമായിട്ട് ഞാൻ വരും. വളരെ താമസം ഉണ്ടാവില്ല. കുറച്ച് ആൾക്കാരെ എനിക്ക് കാണേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ചന്ദ്രു എന്തായിരുന്നു ഏതായിരുന്നു
എങ്ങനെയായിരുന്നു, ചന്ദ്രുവിൻ്റെ കുട്ടിക്കാലം എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യങ്ങൾ എനിക്കിപ്പോൾ അറിയണം. അപ്പോൾ എന്തായാലും ഒരു പാർട്ട് 2, ചന്ദ്രുവിൻ്റെ ഒരു കിടിലം ഒരു പാർട്ട് 2 ഉണ്ടായിരിക്കും വിത്ത് അമ്പിച്ചേട്ടൻ. നമുക്ക് അപ്പോൾ സൈൻ ഓഫ് ചെയ്യാം. ഒരുപാട് നന്ദിയുണ്ട്. ബൈ ബൈ ബൈ. അത് സംഭവം ടച്ചിങ് നോക്കിയിട്ട് കിട്ടാനില്ലടാ, തപ്പിയിട്ടൊന്നുമില്ല. പ്രതാപനൊക്കെ ഇതിനെ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്തു. പ്രതാപന്റെ കൂടെ ആയിരുന്നു നമ്മളെ ബിജു. ഓ